ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട PG ട്രെയിനി ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടില്ലെന്ന് CBI അന്വേഷണത്തിൽ സൂചന. കേസിൽ CBI നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് CBI വ്യാഴാഴ്ച സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അറസ്റ്റിലായ പോലീസ് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയുടെ പങ്ക് മാത്രമേ കുറ്റകൃത്യത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂവെന്നാണ് CBI പറയുന്നത്. ഫോറൻസിക് റിപ്പോർട്ടിലും DNA പരിശോധനാ ഫലത്തിലും ഇയാൾക്കെതിരെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ CBI അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ അന്തിമ അഭിപ്രായത്തിനായി ഫോറൻസിക് റിപ്പോർട്ട് CBI സംഘം വിദഗ്ധർക്ക് അയച്ചു നൽകുമെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ ക്രൈം സീനിൽ മാറ്റങ്ങൾ വരുത്തിയതായും ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നതായും CBI സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ മരണം ആത്മഹത്യയാണെന്ന് പറഞ്ഞാണ് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് CBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം കൊൽക്കത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന വാദങ്ങൾ സുപ്രീം കോടതി വ്യാഴാഴ്ച തള്ളിക്കളഞ്ഞു. ഡോക്ടറുടെ മൃതദേഹത്തിൽ 151 മില്ലിഗ്രാം പുരുഷബീജം കണ്ടെത്തിയെന്ന ആരോപണം തള്ളിക്കളഞ്ഞ ചീഫ് ജസ്റ്റിസ് സാമൂഹിക മാധ്യമങ്ങളിലെ വാദങ്ങളെ ആശ്രയിക്കരുതെന്നും പറഞ്ഞു. അതേസമയം കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും അടിയന്തരമായി ജോലിക്ക് കയറണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ദേശീയ കർമ്മസമിതി റിപ്പോർട്ട് വരും വരെ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പ്രതിഷേധിച്ചവർക്കെതിരെ നിർബന്ധിത നടപടിയെടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശത്തിൽ തീരുമാനം എടുക്കാൻ കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ സംഘടന ഉടൻ യോഗം ചേരും. ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം കേസിൽ പോലീസിന്റെ വീഴ്ചയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കേസെടുത്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ്. CBI അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി നടപടികളിൽ പ്രതീക്ഷ ഉണ്ടെന്നാണ് സമരം ചെയ്യുന്ന ഡോക്ടർമാർ അറിയിച്ചത്. CBI കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ട് അടക്കം പരിശോധിച്ച് ഡോക്ടർമാർ തുടർ സമര പരിപാടികൾ പ്രഖ്യാപിക്കും. അതിനിടെ ആർജിക്കർ ആശുപത്രിയിൽ പുതുതായി നിയമിച്ച പ്രിൻസിപ്പലിനെയും മാറ്റി. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 7ാം ദിവസവും CBI ചോദ്യം ചെയ്യുകയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.